അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ ഇറാൻ വളരെ പെട്ടെന്ന് തന്നെ കീഴടങ്ങുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവുമൊക്കെ ആദ്യം കണക്കുകൂട്ടിയത്. എന്നാൽ യുദ്ധം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അതിശക്തമായ തിരിച്ചടികളാണ് അമേരിക്ക ഇറാനിൽ നിന്നും നേരിട്ടത്. നിലവിൽ ഇറാനുമായി രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അമേരിക്ക. ഇത്തവണയും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടക്കുക. എന്നാൽ ട്രംപ് കടുത്ത നിലപാട് തുടർന്നാൽ കീഴടങ്ങില്ലെന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇറാൻ. യുദ്ധത്തിൽ ഇറാൻ തകർന്നതായി അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇറാന് കനത്ത രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മറുവശത്ത് നഷ്ടങ്ങൾ ഉണ്ടായത് മറച്ചുവെക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഉണ്ടായത് കനത്ത നാശനഷ്ടം തന്നെയാണ്. ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളർ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തലെന്ന് CNBC ഒരു റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ ശേഷം മേഖലയിലെ കുറഞ്ഞത് 7 രാജ്യങ്ങളിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ, വിമാന ഹാങ്ങറുകൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ, റൺവേകൾ, റഡാർ സംവിധാനങ്ങൾ, വിമാനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇറാന്റെ ആക്രമണത്തിൽ വലിയ തോതിൽ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പഴയ F-5 യുദ്ധവിമാനം വരെ ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ഈ ആക്രമണം അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ചിരുന്നു. ഈ ആക്രമണങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. മേഖലയിലെ US സെൻട്രൽ കമാൻഡും നഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് വകുപ്പ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നതെന്ന ചോദ്യം റിപ്പബ്ലിക്കൻ നിയമ നിർമ്മാതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. നിരന്തരം ഇത് സംബന്ധിച്ച് നേതാക്കൾ ചോദ്യം ഉയർത്തുന്നു എങ്കിലും മറുപടി ഒന്നുമില്ല. ആർക്കും ഒന്നും അറിയില്ല. ഞങ്ങൾ ആഴ്ചകളായി ചോദിച്ചിട്ടും വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. പെന്റഗൺ റെക്കോർഡ് ബജറ്റ് ആവശ്യപ്പെടുമ്പോഴും ഇതാണ് സ്ഥിതി എന്ന് ഒരു നേതാവിനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനെതിരായ യുദ്ധത്തിന് പണം കണ്ടെത്താൻ $200 ബില്യൺ അധികം തുക US കോൺഗ്രസിൽ നിന്നും പെന്റഗൺ ആവശ്യപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. സംഘർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ അമേരിക്ക സൈനിക നീക്കങ്ങൾക്കായി $11 ബില്യൺ ചെലവിട്ടിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ട്രംപ് $1.5 ട്രില്യൺ പ്രതിരോധ ബജറ്റാണ് ആവശ്യപ്പെട്ടത്. 2026 പ്രതിരോധ ബജറ്റായി അമേരിക്കൻ കോൺഗ്രസ് ഇതിനകം $838 ബില്യൺ അംഗീകരിച്ചിരുന്നു. എങ്കിലും നിലവിലെ സൈനിക ആവശ്യങ്ങൾക്കായി കൂടുതൽ ധനം കണ്ടെത്താനാണ് പെന്റഗൺ ശ്രമിക്കുന്നത്. വെടിനിർത്തൽ ആഴ്ചകളോളം നീട്ടുന്നതും ചർച്ചകൾക്ക് ഇറാൻ ഇല്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും പാകിസ്ഥാനെ കൊണ്ട് അവരെ നിർബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിപ്പിക്കുന്നതുമൊക്കെ ഇതിന്റെ ഭാഗമാണ്. അമേരിക്ക ഇറാനുമായി ഇനിയും ഒരു തുറന്ന യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴുണ്ടായ നഷ്ടങ്ങൾ പരിഹരിക്കുന്നവരെയെങ്കിലും അമേരിക്ക വെടിനിർത്തലിൽ തന്നെ കടിച്ചു തൂങ്ങാൻ തന്നെയാണ് സാധ്യത.